ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവാനി വോമിറ്റിങ്ങിനുള്ള ആ ഒരു ലക്ഷണം വീണ്ടും കാണിക്കുകയാണ്. ഇതേസമയം പ്രണവിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. പക്ഷെ പ്രണവ് ചോദിക്കും, നീ വോമിറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ, എന്താണ് എനിക്ക് പറ്റിയത്? അല്ല പ്രണവ്, ഞാൻ എൻ്റെ മുഖം കഴുകിയതാണെന്ന് പറഞ്ഞിട്ട് പ്രണവിനെ അങ്ങ് തട്ടിക്കൂട്ട് നുണകൾ കൊണ്ട് അങ്ങ് വിശ്വസിപ്പിക്കൂട്ടോ. ഇതോടുകൂടി പ്രണവ് അതങ്ങ് വിശ്വസിച്ച് എൻ്റെ ലാപ്പിലുള്ള വർക്ക് ചെയ്തും കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയം ശിവാനിക്കുള്ളിലാണ് ഭീതി വരികയാണ്. എനിക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്, എൻ്റെ വായിൽ നിന്ന് രക്തം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, എന്തായാലും അതെന്താണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നിങ്ങനെ ശിവാനി മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നിർമ്മലയാണ്. നിർമ്മല ഇങ്ങനെ കിച്ചണിൽ പണിയെടുക്കുകയാണ്. ആ സമയമാണ് നിധി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പം നിധിയോട് പറയണം, മോളെ നിനക്ക് ചായയോ കോഫിയോ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ നിധി പറയണം, അതിനെന്തെങ്കിലും കഴിക്കാൻ തൊണ്ടയിൽ നിന്ന് ഇറങ്ങേണ്ട ആൻറ്റി, എനിക്ക് തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്ന് പറയട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ അത് വിഷമങ്ങൾ വരുമ്പോൾ അങ്ങനെ തന്നെയാണ്, പക്ഷേ എല്ലാ വിഷമങ്ങളും തരണം ചെയ്യാനുള്ള ആ കഴിവ് നിന്നിൽ വേണം എന്നും പറഞ്ഞിട്ട് നിർമ്മല നിധിയെ അങ്ങ് ആശ്വസിപ്പിക്കുമ്പോൾ നിധി പറയാണ്, ആൻറ്റി ഈ ഒരു പണി ഞാൻ ചെയ്തോളാം, ഈ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന പണി ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ, നീ അവിടെ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്, നീ ഈ പണി ചെയ്യേണ്ട, വേണ്ട ആൻറ്റി, എന്തെങ്കിലുമൊക്കെ ഒരു പണിയിൽ ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ മനസ്സിനുള്ളിൽ ആ ഭാരം എനിക്ക് ഇറക്കി വെക്കാൻ കഴിയുമെന്ന് പറയണ്ട. അത് കേട്ട നിർമ്മല പറയണ, ശരി എൻ്റെ മോൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോള് എൻ്റെ മകനെ കിട്ടാൻ വേണ്ടി എത്ര റിസ്ക് എടുത്ത് എന്നെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ മകനും ഒപ്പം എനിക്ക് താമസിക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കി തന്നു. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? നിനക്ക് അമ്മയാവാൻ കഴിയില്ല എന്നുള്ള സത്യം ഞാൻ അറിഞ്ഞിട്ടും എനിക്ക് നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. അതാലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വേദനയാവുന്നു എന്നൊക്കെ ഇങ്ങനെ നിധിയോട് പറയുമ്പോൾ നിധി പറയാണ്, അതൊക്കെ ദൈവവിധിയാണ്, എന്തായാലും ദൈവത്തിൻ്റെ ഓരോ കൽപ്പനകൾക്ക് അനുസരിച്ചിട്ടല്ല ഓരോരുത്തരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ ഇപ്പുറത്ത് വസുന്ധര ഇങ്ങനെ ഇറങ്ങി വരുന്നത് കേട്ടോ. വസുന്ധരയാണെങ്കിലോ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ വസുന്ധര ശിവാനി ശിവാനി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുന്നത്, ഈ പെണ്ണ എവിടെ പോയി കിടക്കുകയാണ്, ഇത്ര നേരമായിട്ട് അവളെ കാണുന്നില്ലല്ലോ, എന്നും പതിവ് എൻ്റെ അടുത്തോട്ട് വരാറാണല്ലോ, ഇന്നിവിടെ ഇല്ലല്ലോ എന്നും പറഞ്ഞ് ശിവാനി ശിവാനി ഉറക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഉടൻ തന്നെ നിർമ്മല പറയാണ്, ശിവാനി ഇവിടെ ഇല്ല. അപ്പോൾ ഉടൻ തന്നെ വസുന്ധര ചോദിക്കുകയാണ്, ശിവാനി എങ്ങോട്ടേക്ക് പോയി? അപ്പം നിധിയാണ് അതിന് മറുപടി കൊടുക്കുന്നത്, ശിവാനി എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല, പുറത്ത് പോയിരിക്കുന്നു എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന വസുന്ധരക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. കാരണം കിച്ചണിൽ നിന്ന് വിളിച്ചു പോവുകയാണ് ഇവിടെ നിധി ചെയ്തത്. അത് കണ്ട വസുന്ധര പറയണേ, എന്താടി നീ സ്കൂളിൽ പ്രിൻസിപ്പാളും ടീച്ചറൊക്കെ പ്രിൻസിപ്പാളും കുട്ടികളൊക്കെ കളിക്കുന്നത് പോലെ എന്നെ നീ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുന്നത്, നിനക്കെന്താ എൻ്റെ അടുത്ത് വന്ന് പെരുമാറിക്കൂടെ, നല്ല രീതിയിൽ അങ്ങ് സംസാരിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടു കൂടി വളരെ മോശമായി സംസാരിക്കാനായിട്ടാണ്. അത് കേൾക്കുന്ന നിധിക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് കിച്ചണിൽ നിന്ന് കത്തിയുമായി വന്നിട്ട് പറയണേ, അതെ ഞാൻ നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല, പക്ഷേ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി തന്നതിനെ നിങ്ങൾ വലിയ കാര്യം വിചാരിച്ചോ? അത് കേൾക്കുന്ന വസുന്ധര പറയണേ, നീ എന്താടി എന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നത്? ഞാൻ ഈ വീട്ടിൽ ആരാണെന്ന് അറിയോ? നീ ഈ വീട്ടിൽ ആരാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടാവണം. ഞാൻ ആരാണെന്ന് എനിക്കറിയാം, ഗൗതമിൻ്റെ ഭാര്യയാണ്. എന്നാൽ നീ ഒരു മച്ചിയല്ലേ, നിനക്ക് പ്രസവിക്കാൻ കഴിയില്ല, അങ്ങനെയുള്ള നിനക്ക് എവിടെ നിന്ന് നാക്കുവന്നു? അത് കേട്ട ഉടനെ നിർമ്മല പറയാണ്, ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും അത് പറഞ്ഞ് എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും വസുന്ധര നിർമ്മലയുടെ നേർക്ക് ഒരൊറ്റ അടിയങ്ങ് അടിക്കാൻ ഒരുങ്ങുമ്പോൾ നിധി അത് തടയാണ് കേട്ടോ. എന്നിട്ട് പറയും, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ നിർമ്മല അമ്മയെ അടിക്കാൻ ഒരുങ്ങിയതെന്ന് ചോദിച്ച ഉടനെ ഇവിടുത്തെ വേലക്കാരി എന്നെ ചോദ്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ഇവിടുത്തെ വേലക്കാരിയല്ല ഇവർക്ക് കിട്ടേണ്ട സ്ഥാനത്ത് തന്നെയാണ് ഇവർ നിൽക്കുന്നത്, ഇവർ നിൽക്കേണ്ട സ്ഥലത്ത് തന്നെയാണ് ഇവർ നിൽക്കുന്നത്. അത് കേട്ട വസുന്ധര, എന്താ നീ പറഞ്ഞത്? നീ ഇപ്പോൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒച്ച എടുക്കുമ്പോഴേക്കും അവിടോട്ട് പാറു വരണം കേട്ടോ. എന്താണ് ഇവിടെ എന്ന് ചോദിച്ചാൽ പാറു വരുന്നത്. അത് കേൾക്കുന്ന വസുന്ധര പറയണേ, ഇവള് പറയണേ എന്നോട് നിർമ്മലയ്ക്ക് ഇവിടെ എന്തൊരു സ്ഥാനമുണ്ട്, ആ സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇത് കേൾക്കുന്ന പാറു പറയണേ, എന്തിനാ നിധി വെറുതെ വസുവിനെ ദേഷ്യം പിടിക്കുന്ന സംസാരം നീ സംസാരിക്കുന്നത്, നിനക്കൊന്നും മിണ്ടാതെ ഇരുന്നൂടെ എന്നും പറയാനേട്ടാ. അങ്ങനെ ഈ സമയം ആൻറ്റി ഇവർ ഈ നിർമ്മല ആൻറ്റിയെ ഇങ്ങനെ വഴക്ക് പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ വസു ഇവളോടൊന്നും വഴക്ക് കൂടാതെ നീ നിൻ്റെ പണി നോക്കിക്കോ. അല്ല, ശിവാനി എങ്ങോട്ടാണ് പോയത്? ശിവാനി എവിടോട്ടാണ് പോയതെന്ന് അറിയില്ല, കുറേ നേരമായി ഈ വീട്ടിൽ നിന്ന് കാണാതായിട്ട്, അവൾ എവിടേക്കാണ് പോയതെന്ന് ആരോട് പറഞ്ഞിട്ടില്ല എന്നും പാറു പറയുന്നു കേട്ടോ. അങ്ങനെ ഈ വാക്കുകൾ കേട്ട് അങ്ങ്
വസുന്ധര അങ്ങ് പോവാണ്. പിന്നീട് നിർമ്മലയുടെ നേർക്ക് പാറു എടുക്കുകയാണ്. നീ എന്താണ് കരുതിയിരിക്കുന്നത്? നീ എന്തിനു വേണ്ടിയാണ് എൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുന്നത്? കുടുംബം തകർക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ഒരു സ്വസ്ഥതയും സമാധാനവും എനിക്ക് തരില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ച എടുക്കണേട്ടോ. ഈ സമയം നിധി പറയാണ്, എന്തിനാ പാറുവിൻ്റെ വെറുതെ അമ്മയോട് ദേഷ്യപ്പെടുന്ന? അമ്മ അതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ മിണ്ടാതിരുന്നു നിധി. വെറുതെ ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ടായെന്ന് പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിൽ ശിവാനിയാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശിവാനി എന്തുകൊണ്ടായിരിക്കും എൻ്റെ വായിൽ നിന്ന് രക്തം വന്നത്? അതിൻ്റേതായ ഒരു കാരണമുണ്ട്, തീർച്ചയായും ഉണ്ട്. എന്തായിരിക്കും ഈശ്വര? എനിക്ക് പേടിയാവുന്നു, എനിക്കൊരു സമാധാനവുമില്ല, എനിക്ക് എന്തായിരിക്കും ഇങ്ങനെ വന്നിട്ടുണ്ടാകും? അപ്പോൾ അവിടെ സിസ്റ്റർ പറയണം, താങ്കൾ ഇരിക്കൂ, താങ്കളുടെ റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ കഴിയണം, അതിനുശേഷം റിസൾട്ട് അറിയുള്ളൂ. ഫുൾ ചെക്കപ്പ് നടത്തിയിട്ടുണ്ടെന്ന് പറയാനിട്ടോ. ഇതോടുകൂടി അയ്യോ എനിക്ക് ഫുൾ ചെക്കപ്പൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ കാര്യമായ എന്തോ പ്രശ്നമുണ്ടല്ലോ, ദൈവമേ എന്നെ കാത്തോളണേ. ഇന്നേ വരെ ദൈവത്തിനെ വിളിക്കാത്ത ശിവാനി ദൈവത്തെ വിളിച്ചു തുടങ്ങണേട്ടാ. ഈ സമയം കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. പിന്നീട് കുറച്ച് കഴിയുമ്പോഴേക്കും സിസ്റ്റർ എത്തുന്നു. സിസ്റ്റർ പറയണേ, കുട്ടിയെ ഡോക്ടർ വിളിക്കുന്നുണ്ടെന്ന് പറയട്ടോ. അങ്ങനെ പേടിയോടുകൂടി ഓരോ ചുവടും മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ശിവാനി. അങ്ങനെ ഡോക്ടർ ശിവാനിയോട് പറയണേ, ഇരിക്കു കുട്ടി എന്ന് പറയുമ്പോഴേക്കും ശിവാനി പറയണേ, ഡോക്ടർ എൻ്റെ വായിൽ നിന്നാണ് രക്തം വന്നത്, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കാര്യമായ പ്രോബ്ലം ഉണ്ടോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഡോക്ടർ പറയണേ, ഇല്ല പേടിക്കേണ്ടതില്ല, തനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ആണെന്ന് പറയണ്ടിട്ട് ആശ്വാസമായി, ഇനി പേടിക്കാനില്ല എന്നിങ്ങനെ ശിവാനി മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഉടൻ തന്നെ ഡോക്ടർ പറയണേ, ശിവാനി ആശ്വാസമായി എന്ന് പറയേണ്ട, രക്തം വന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, പക്ഷേ തനിക്ക് വേറൊരു പ്രോബ്ലം ഉണ്ട്, മൊത്തത്തിലൊരു ചെക്കപ്പ് ഞാൻ നടത്തി, എന്ത് പ്രോബ്ലം എന്ന് ശിവാനി ചോദിക്കുകയാണ്. അതെ, തന്നോട് നേരിട്ട് പറയാൻ പാടുമോ എന്ന് എനിക്കറിയില്ല, തൻ്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട്? ഇല്ല വന്നിട്ടില്ല. എങ്കിലും ഡോക്ടർ എന്നോട് പറഞ്ഞോളൂ. അതെ, തൻ്റെ ഗർഭപാത്രം കട്ടിയായാണ് ഇരിക്കുന്നത്. എന്ത്? എൻ്റെ ഗർഭപാത്രം കട്ടിയോ? അതെ, തൻ്റെ ഗർഭപാത്രം ഒരു കല്ല് പോലെയാണ് ഇരിക്കുന്നത്. തൻ്റെ ഗർഭപാത്രത്തിന് ഒരു ചുമക്കാനുള്ള ആ ശേഷിയൊന്നും ഇല്ല എന്ന് പറയണിട്ടോ. ഇതോടുകൂടി ഡോക്ടർക്ക് തെറ്റുപറ്റി, എനിക്കങ്ങനെ ഒരിക്കലും വരില്ല. ഇല്ലടോ, താൻ എവിടെ പോയാലും, താൻ ഏത് ഡോക്ടറെ അടുത്ത് പോയാലും തന്നോട് ഇതായിരിക്കും പറയുന്നത്. താൻ ജീവിതത്തിൽ ഒരിക്കലും തനിക്കൊരു അമ്മയാവാൻ കഴിയില്ല എന്ന് പറയട്ടോ. ഈ സത്യം കേൾക്കുന്ന ശിവാനി അങ്ങ് പൊട്ടിക്കരയാണ്. കരഞ്ഞ് ശിവാനി ഒരു വിധമാവാണ്, തളർന്നിരിക്കുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് പാറുവിനെയാണ്. നീ എന്താടി വിചാരിച്ചത്? നിധിയെ നീ എന്തെല്ലാം പറഞ്ഞു? എൻ്റെ മകൻ നിന്നെ കല്യാണം കഴിക്കുന്നത് എനിക്കും ഈ വീട്ടുകാർക്കും ആർക്കും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നിട്ടും നീ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഒരട്ട പറ്റിയതുപോലെ കയറിപ്പറ്റിയതും പോരാ, ഇപ്പോൾ എൻ്റെ മകനെ ഒരു കുഞ്ഞിന് കൊടുക്കാനും കൂടി ശേഷിയില്ലാത്ത നിന്നെപ്പോലെ ഒരു ഈ വീട്ടിൽ വേണ്ട. ഇതെല്ലാം കേട്ട് പ്രണവ്, വസുന്ധര, അതുപോലെ നിധി, ഗൗതം എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിർമ്മലയും ഉണ്ട് കേട്ടോ. പ്രണവാണെങ്കിൽ തളർന്ന് സോഫയിൽ ഇരിക്കുകയാണ്. ഈ സത്യങ്ങളെ അറിഞ്ഞ പ്രണവ് ഇങ്ങനെ തളർന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ശിവാനി പറയുന്നത്, ആൻറ്റി എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം, ആൻറ്റി എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പാറു പറയണേ, നീ ഈ വീട്ടിൽ ഇനി നിൽക്കാൻ പാടില്ല, നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. ഒരമ്മയാവാൻ കഴിയാത്ത, ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാത്ത നിന്നെപ്പോലെ ഒരു വൃത്തികെട്ട സ്ത്രീ ഇവിടെ വേണ്ട. നീ വന്നത് മുതൽ ഈ കുടുംബത്തിൽ പ്രശ്നങ്ങളാണ്, ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാണ്. എൻ്റെ പ്രണവിന് മനസ്സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് എന്ന് പറയുമ്പോഴേക്കും പ്രണവ് ദേഷ്യത്തോടു കൂടി ശിവാനിയുടെ മുടിക്കുത്തിൽ അങ്ങ് പിടിച്ചിട്ട്, മര്യാദയ്ക്ക് ഇറങ്ങ്, നീ ഇനി എനിക്ക് വേണ്ട, നിന്നെപ്പോലെ ഒരു ഭാര്യയെ എനിക്ക് വേണ്ട, എനിക്ക് ഒരു കുഞ്ഞിനെ ജന്മം നൽകണം, അങ്ങനെയുള്ള ഭാര്യയെ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഗേറ്റ് തുറന്ന് ഗേറ്റിന് വെളിയിലോട്ട് അങ്ങ് തള്ളുമ്പോൾ ശിവാനി റോട്ടിൽ പോയി വീഴേണിട്ടോ. ഇതോടുകൂടി ശിവാനി അലറിക്കരയാണ്. പ്രണവ് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷെ പ്രണവ് തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടി ശിവാനിയെ പുറത്താക്കി വാതിലടച്ച് പോകുന്ന ആ കിടുക്കൻ രംഗങ്ങളൊക്കെയാണ് കേട്ടോ വരാനിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിധിക്ക് കൊടുത്തതിനുള്ള തിരിച്ചടി ശിവാനിക്ക് കിട്ടിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ശിവാനിക്ക് ഇനി കഷ്ടകാലം മാത്രമാണ്.